എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കണ്ടില്ലേ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിഡ്നി സ്റ്റോണിന് ഓപ്പറേഷൻ ചെയ്തത്. അത് ഇടത് ഭാഗത്ത് സ്റ്റോണുള്ളതിന് വലത് ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്ത് രോഗി മരിക്കുക ചെയ്തതെന്ന്. നമ്മൾ ഇപ്പോൾ ഇതിനെന്തായാലും എന്താ പറയുക, കഴിഞ്ഞ ടൈമിൽ LDF സർക്കാർ കയറിയപ്പോൾ LDF സർക്കാരിന് കുറേ ആളുകൾ മന്ത്രീനെ കുറ്റം പറഞ്ഞു. വീണ ജോർജ് രാജിവെക്കണമെന്ന് പറഞ്ഞു, ഒച്ചയും വിളിയും കൂട്ടി. അതുമാതിരി ഇപ്പോൾ വേണമെങ്കിൽ UDF സർക്കാരിൻ്റെ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യൊക്കെ ആവാം, അതൊരു വശം. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് പണി കൊടുക്കണം. ഡോക്ടർമാർക്കാണ് പണി കൊടുക്കേണ്ടത്. ഈ ഡോക്ടർമാർക്ക് ഇവരുടെ സർട്ടിഫിക്കറ്റ് എവിടെ ചെന്നാലും ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ബാൻ ചെയ്യാമെന്ന് എന്തോ പറയില്ലേ, അങ്ങനെ ഒരു സംവിധാനം ആക്കി തീർക്കണം. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണെങ്കിൽ അവർക്ക് പ്രൈവറ്റായിട്ട് ജോലി ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വരും അവർക്ക് അവിടുന്ന് പോയാലും. പക്ഷേ അതുപോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ബാൻ ചെയ്യാം. അവർക്ക് എവിടെയും ചെയ്യാൻ പോയിട്ട് ഡോക്ടർ എന്നുള്ള രീതിയിൽ രോഗികളെ പരിശോധിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ സർട്ടിഫിക്കറ്റ് ചെയ്തു വയ്ക്കണം. അല്ലാണ്ടിപ്പോൾ നമ്മൾ കാലാകാലം മന്ത്രിസഭേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യമില്ല എന്നില്ല, പക്ഷേ അതാത് കാലത്തെ മന്ത്രിസഭകൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോൾ UDF സർക്കാരിൻ്റെ മന്ത്രി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വിലയിരുത്തേണ്ടതാണത്. കാരണം ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? എന്തിനാണ് ഇവരൊക്കെ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്? ഇവരെന്താ മദ്യപിച്ചിട്ടാണോ ഡോക്ടറായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതൊക്കെ? ഇന്നാൾ എന്താ ഓപ്പറേഷൻ കഴിഞ്ഞ് കുട്ടീനെ പുറത്തെടുത്തിട്ട് തുന്നി കെട്ടാൻ മറന്നു, സ്റ്റിച്ച് ഇടാൻ മറന്നു. ഇതൊക്കെ എവിടുത്തെ നീതിയാണിതൊക്കെ? എവിടെ എന്ത് കഴിച്ചിട്ടാണ് ഇവരൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതെന്നാണ് ചിന്തിക്കട്ടെ നമ്മൾ. കുറച്ച് ഡോക്ടർമാർ ഇങ്ങനെ ചെയ്യുന്ന കാരണം രോഗികൾക്ക് ആകെ പേടിയല്ലേ ഇപ്പോൾ ഡോക്ടർമാരേനെ? എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരായിരിക്കണം ഇപ്പോൾ ഇതിൽ നല്ലത് ചെയ്യുന്ന ഡോക്ടർമാർക്ക് പാവം ഒരു വിലയില്ലേണ്ടവ ചെയ്യണേ. ഇങ്ങനത്തെ ദ്രോഹങ്ങൾ ഇങ്ങനെ ആൾക്കാർ ചെയ്തു വെച്ചിട്ട് എന്തായാലും ഇതിനെതിരെ ശക്തമായൊരു നടപടി വേണം. അല്ലാതെ കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോൾ എത്രയായി നമ്മൾ കാണണോ? ഇതിനെതിരെ ശക്തമായ നടപടി വേണം. അപ്പോൾ UDF സർക്കാർ അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തേ പറ്റൂ. കാരണം മറിഞ്ഞിരുന്നുകൊണ്ടൊന്നും കാര്യമില്ല. വെളിച്ചത്ത് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക. ജനങ്ങളുടെ ജീവനാണ് വലുത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എല്ലാവരും പ്രതികരിക്കുന്നതിനെതിരെ പ്രതികരിക്കാതെ ഇരിക്കാൻ പാടില്ല ആരും. ഓക്കെ.